ഹലോ എവരിവൺ. മുഖത്തെ പിഗ്മെന്റേഷൻ അഥവാ കറുത്ത പാടുകൾ കാരണം ഒരുപാട് ആളുകളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാറുണ്ട്. പൊതുവെ ഇത്തരം പിഗ്മെന്റേഷൻസ് വരുന്നത് ഒരു 30 വയസ്സിന് ശേഷമാണ്. അപ്പൊ ഇത് തുടക്കത്തിലേ കണ്ടുപിടിച്ച് അതിനുള്ള കൃത്യമായ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പിഗ്മെന്റേഷൻസ് കൂടുന്നത് കുറയ്ക്കാനും അതുപോലെ ഉള്ള പിഗ്മെന്റേഷൻസ് മാറ്റാനും വരെ സാധിക്കും. അപ്പൊ ഇന്ന് ഈ വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഇങ്ങനെ നിറവ്യത്യാസം വരാനുള്ള കാരണങ്ങളെന്നും എപ്പോൾ ഡോക്ടറെ കാണണം, അതുപോലെ വീട്ടിൽ വെച്ച് എന്തൊക്കെ ചെയ്യാമെന്നും എന്തൊക്കെയാണ് ഇന്ന് ലഭ്യമായ ചികിത്സാ രീതികൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തുടക്കത്തിലെ ഇത്തരം ബ്രൗൺ പിഗ്മെന്റേഷൻസ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. തുടക്കത്തിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ചെറിയ കറുത്ത നിറത്തിലോ ബ്രൗൺ നിറത്തിലോ ചാര നിറത്തിലോ ഒക്കെയുള്ള കുത്തുകളായിട്ടായിരിക്കും മുഖത്ത് കാണുക. എന്നാൽ അത് ശ്രദ്ധിക്കാതെ വിടുമ്പോൾ പിന്നീട് മുഖത്തൊക്കെ വ്യാപിച്ചിട്ട് കവിളിന്റെ ഇരുവശത്തും മൂക്കിന്റെ മുകളിലും നെറ്റിയുടെ മുകളിലൊക്കെ ആയിട്ട് ഇരുണ്ട കളറിലേക്ക് മാറിയിട്ടുള്ള പാടുകളായിട്ട് അത് മാറും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് തുടക്കത്തിൽ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ തേടുകയാണ് വേണ്ടത്. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം പിഗ്മെന്റേഷൻസ് വരാറുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേതാണ് വെയിൽ. ധാരാളമായിട്ട് വെയിൽ കൊള്ളുന്ന ആളുകളിൽ നല്ല പിഗ്മെന്റേഷൻസ് വരും. രണ്ടാമത്തെ കാരണം കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ അലർജിയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ്, സൺസ്ക്രീന്, ഹെയർ ഡൈ, ഫേസ് ക്രീം, അങ്ങനെ വേണ്ട സോപ്പ്, ഇതുപോലെയുള്ള എന്തിൻ്റെയെങ്കിലും അലർജി കാരണം നിറവ്യത്യാസം മുഖത്തും ശരീരഭാഗങ്ങളിലും കാണാറുണ്ട്. അടുത്തൊരു കാരണം പാരമ്പര്യമാണ്. പാരമ്പര്യമായിട്ട് ചിലരിൽ ഇത്തരം നിറവ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട്. അടുത്ത കാരണം ഏജ് ആണ്. വയസ്സ് കൂടുന്തോറും നിറവ്യത്യാസം മുഖത്ത് വന്നു തുടങ്ങും. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഹൈഡ്രോക്സി ക്ലോറോക്യൂൻ എന്ന മരുന്ന്, HCQ എന്ന മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും താൽക്കാലികമായിട്ട് നിറവ്യത്യാസങ്ങൾ മുഖത്ത് കാണാറുണ്ട്. തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്കും ഹോർമോണൽ വ്യതിയാനമുള്ളവരിലും പുകവലിക്കുന്ന ആളുകളിലും സ്ട്രെസ് അമിതമായിട്ടുള്ള ആളുകളിലും പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കമില്ലാത്ത ആളുകളിലും അലർജി ഉള്ള ആളുകളിലൊക്കെയും ഇത്തരം നിറവ്യത്യാസങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിറവ്യത്യാസം വരാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ. ഇനി എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഇന്നുള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ലേസർ ഉപയോഗിച്ചുകൊണ്ട് പിഗ്മെന്റേഷൻസ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് ഒരൊറ്റ സിറ്റിങ്ങിലൊന്നും ചിലപ്പോൾ സാധിക്കില്ല. 2-3 സിറ്റിംഗ് ഒക്കെ വേണ്ടി വരും. പിഗ്മെന്റേഷന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേതാണ് കെമിക്കൽ പീലിംഗ്. ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ എവിടെയാണോ പിഗ്മെന്റേഷൻ ഉള്ളത് അവിടെ അപ്ലൈ ചെയ്തിട്ട് ആ സ്കിന്ന് പീൽ ഓഫ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ്. അടുത്തതാണ് PRP ട്രീറ്റ്മെന്റ്. നിങ്ങളുടെ തന്നെ രക്തം എടുത്തിട്ട് അതിൽ പ്ലാസ്മ വേർതിരിച്ചെടുത്തിട്ട് അത് എവിടെയാണോ പിഗ്മെന്റേഷൻ ഉള്ളത് അവിടേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് PRP ട്രീറ്റ്മെന്റ്. മറ്റൊരു ഫലപ്രദമായ ഒരു ട്രീറ്റ്മെന്റ് ആണ് മൈക്രോ നീഡ്ലിംഗ്. മൈക്രോ നീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ മുഖത്ത് ചെറിയ രീതിയിലുള്ള മുറിവുണ്ടാക്കിയിട്ട് ആ മുറിവിൽ നിന്ന് കൂടുതൽ കൊളാജിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ കൊളാജിൻ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതാണ് മൈക്രോ നീഡ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു ആധുനിക ചികിത്സാ രീതി. ഇത് മാത്രമല്ല, മറ്റൊരു ചികിത്സാ രീതിയാണ് ഇലക്ട്രോ കോട്ടറി. ഇലക്ട്രോ കോട്ടറി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന പാടുകളെ കരിയിച്ചു കളയുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഇലക്ട്രോ കോട്ടറി. മറ്റൊരു ചികിത്സാ രീതിയാണ് മൈക്രോഡെർമ അബ്രേഷൻ. മുഖത്തുണ്ടാകുന്ന പാടുകൾ ചെറിയ രീതിയിൽ ഉരച്ചു കളയുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഈ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെന്റ്സും ഒരു വിസിറ്റിൽ ചിലപ്പം കഴിയണമെന്നില്ല. വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തേതാണ്, ഇന്ന് റെറ്റിനോൾ സിറംസ് ധാരാളമായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഈ റെറ്റിനോൾ സിറംസ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മുഖത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങാവുന്നതാണ്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ അത് കഴുകിക്കളയുക. അങ്ങനെ ചെയ്യുന്നത് മൂലം ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ മാക്സിമം ചെയ്താൽ മതി. അല്ലാതെ ദിവസവും ചെയ്യരുത്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുകയാണെങ്കിൽ ഈ പാടുകൾ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും, അല്ലെങ്കിൽ മങ്ങി കിട്ടും. എന്ത് കാരണങ്ങൾ കൊണ്ട് വന്ന പിഗ്മെന്റേഷൻ ആണെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത്, വെയിൽ കൊള്ളുന്ന സമയത്ത് സൺസ്ക്രീൻ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഒരു SPF 50 മുകളിലായിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത കാര്യം ചെയ്യേണ്ടത് വളരെ സുരക്ഷിതമായിട്ടുള്ള സൺസ്ക്രീനും ഫേസ് വാഷും ഹെയർ ഡൈയും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. വളരെ സുരക്ഷിതമായിട്ടുള്ള ഹെയർ ഡൈയും സൺസ്ക്രീനും ഒക്കെ ഏതാണെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പോയിട്ട് വാച്ച് ചെയ്യാം.
മുഖത്തെ നിറവ്യത്യാസവും പിഗ്മെന്റേഷനൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് കറ്റാർവാഴയുടെ ജെല്ല് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ മഞ്ഞളും തൈരും ചേർത്തിട്ടുള്ള മിശ്രിതം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം കഴുകിക്കളയുക. അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ പിഗ്മെന്റേഷൻസ് മാറാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ആകുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ മാറുള്ളൂ. ചിലപ്പോൾ മാസങ്ങൾ എടുത്തിട്ടായിരിക്കും പിഗ്മെന്റേഷൻസ് മാറിക്കിട്ടുള്ളൂ. അടുത്ത കാര്യം ചെയ്യേണ്ടത്, വൈറ്റമിൻ സിയും കോജിക് ആസിഡും നിയാസിനമൈഡും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് ക്രീമും സൺസ്ക്രീനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ ചെറിയ രീതിയിലുള്ള പിഗ്മെന്റേഷൻസ് ഡള്ളായി വരുന്നത് കാണാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റിറോയിഡ്സ് അടങ്ങിയിട്ടുള്ള ഫേസ് ക്രീംസോ സൺസ്ക്രീൻസോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. സ്റ്റിറോയിഡ് കണ്ടന്റ് ആയിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ബ്രൈറ്റ്നസ് ഒക്കെ നിങ്ങളെ മുഖത്ത് തോന്നും. പക്ഷേ അത് നിർത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴോ പിന്നീട് അത് മുഖം ഇരുണ്ട് വരാനും അതുപോലെ പിഗ്മെന്റേഷൻസ് ഒന്നുകൂടി എടുത്തു കാണാനും തുടങ്ങാറുണ്ട്. അതുകൊണ്ട് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീനും ഫേസ് വാഷും ഫേസ് ക്രീമും ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള സ്റ്റിറോയിഡ്സ് ഇല്ലാത്ത ഫേസ് ക്രീമും സൺസ്ക്രീനും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനി ഹെയർ ഡൈയും സൺസ്ക്രീനും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതും സുരക്ഷിതമായിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക. അധികം കെമിക്കൽസ് ഇല്ലാത്ത ഹെയർ ഡൈയുടെയും സൺസ്ക്രീനിന്റെ ഒക്കെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതി. ഇനി HCQ എന്ന മരുന്ന് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, ഈ മരുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് പിഗ്മെന്റേഷൻസ് വരാറുണ്ട്. പക്ഷെ ഇത് താൽക്കാലികമായിട്ട് വരുന്ന പിഗ്മെന്റേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ പിഗ്മെന്റേഷൻ ഈ മരുന്ന് കാരണം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ട് ഇതിന്റെ ഡോസ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇതിന് പകരമായിട്ടുള്ള ഏതെങ്കിലും മെഡിസിൻ ഉപയോഗിക്കുകയോ ചെയ്യേണ്ടതാണ്. തൈറോയിഡിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പിഗ്മെന്റേഷൻ വന്നിട്ടുള്ളതെങ്കിൽ അതിനുള്ള ചികിത്സ നിങ്ങൾ തേടേണ്ടതാണ്. മാത്രമല്ല, ഹോർമോണൽ ഇംബാലൻസ് കാരണമാണെങ്കിൽ നല്ലൊരു ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് അതിന്റെ കൂടെ മെഡിസിൻസും എടുക്കുകയാണെങ്കിൽ ഈ പിഗ്മെന്റേഷൻ തീർച്ചയായിട്ടും മാറിക്കിട്ടും. മാത്രമല്ല, സ്ട്രെസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ യോഗയും എക്സസൈസും ഒക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ഒരുപാട് റിലീവായി കിട്ടും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഹോം റെമഡീസ് കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പിഗ്മെന്റ്സ് മാറിക്കിട്ടും. സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് പിഗ്മെന്റേഷൻ വരുമ്പം തന്നെ കൃത്യമായി അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും അപ്പോൾ തന്നെ ഹോം റെമഡീസ് ഒക്കെ ചെയ്തു തുടങ്ങുകയും അതല്ല ബോഡിയുടെ ഉള്ളിലുള്ള പ്രശ്നം കൊണ്ടാണ് പിഗ്മെന്റേഷൻ വന്നിട്ടുള്ളതെങ്കിൽ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള ചികിത്സ തേടുകയും ചെയ്തു കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% ഇത്തരം പിഗ്മെന്റേഷൻസ് മാറിക്കിട്ടും. ഇനി ഇതൊന്നും കൊണ്ട് മാറുന്നില്ലെങ്കിൽ ഈ ലേസർ ട്രീറ്റ്മെന്റും ഇലക്ട്രോ കോട്ടറിയും പോലെയുള്ള ചികിത്സയും അതുപോലെ മൈക്രോ നീഡ്ലിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ പിഗ്മെന്റേഷൻ തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ചിലർക്ക് ചിലപ്പോൾ നല്ലൊരു ഫേസ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ പിഗ്മെന്റേഷൻ മാറി കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ നിയാസിനമൈഡും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് ക്രീം ഉപയോഗിച്ചപ്പോൾ ചിലപ്പോൾ ഈ പാടുകൾ ചിലർക്ക് മാറി കിട്ടിയിട്ടുണ്ടാകും. എന്നാൽ ഇതേ കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിനുള്ള കാരണം അയാൾക്ക് ചിലപ്പോൾ ഒരു തൈറോയിഡിന്റെ ഒക്കെ ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രെസ് മൂലമൊക്കെ ഉണ്ടായ പിഗ്മെന്റേഷൻ ആയിരിക്കാം. അപ്പോൾ എന്താണോ യഥാർത്ഥ കാരണം ഇത്തരം പിഗ്മെന്റേഷൻ വരാൻ ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ ചികിത്സിച്ചിട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ വന്ന പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടി ഇത്തരം ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. പക്ഷേ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ തീർച്ചയായിട്ടും ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ 100% ഇത്തരം പിഗ്മെന്റേഷൻസ് മാറിക്കിട്ടുള്ളൂ. മുഖത്തെ പാടുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.